السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് മറിയമിലെ അവസാനത്തെ 2 ആയത്തുകളാണ് ഇനി നമുക്കെടുക്കാൻ ബാക്കിയുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. ونرى فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. ഈ സൂറത്തിൽ ഏതാണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായ എല്ലാ ഭാഗങ്ങളും വന്നു. തൗഹീദ് വന്നു, നബിയുടെ പ്രവാചകത്വം വന്നു, പരലോകം വന്നു, അതേപോലെ ശിർക്കിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ, അല്ലാഹുവിന് പുത്രന്മാരുണ്ട് എന്ന വാദം, പങ്കുകാരെ സ്വീകരിക്കുന്ന വഴി, ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു തആല പ്രതിപാദിച്ചു ഈ ഒരു അധ്യായത്തിൽ. അവസാനമായി അല്ലാഹു തആല പറയുന്നത് ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ. നിശ്ചയമായി നാം ഈ ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. ബിലിസാനിക, നബിയെ താങ്കളുടെ ഭാഷയിൽ. ലിസാന് ഭാഷ, നാവ് എന്നും അർത്ഥമുണ്ട്, ലിസാന് ഭാഷ എന്നും അർത്ഥമുണ്ട്. രണ്ടർത്ഥത്തിലും ഖുർആനിൽ പലപ്പോഴായി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നബിയെ താങ്കളുടെ ഭാഷയിൽ നാം ഈ ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണെന്ന് മാത്രമല്ല ഖുറൈശികളുടെ ഭാഷയിലുമാണ്. അതാണ് ബിലിസാനിക എന്ന് പറയാൻ കാരണം. അറബി ഭാഷ തന്നെ വ്യത്യസ്തമായ ശൈലികളിൽ അന്ന് പ്രയോഗിക്കപ്പെടാറുണ്ട്. ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ശൈലിയാണ് അന്ന് അറബി ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരേ അറബിയല്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. അത് ഏത് ഭാഷയും അങ്ങനെ തന്നെയാണ്. മലയാളം തന്നെ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരേ മലയാളമല്ല ഉപയോഗിക്കുക. മലപ്പുറക്കാർ ഉപയോഗിക്കുന്ന പോലെ ശുദ്ധ മലയാളം വളരെ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ നാട്ടിൽ ഓരോ ശൈലിയാണ് മലയാളത്തിലുള്ളത്. എന്ന പോലെ അറബി ഭാഷയും ഓരോ നാട്ടിലും ഓരോരോ ശൈലി, ഓരോ ഗോത്രങ്ങൾക്ക് ഓരോരോ ശൈലി. അതിന് ശുദ്ധ അറബി പറയുന്നവരായിരുന്നു ഖുറൈശികൾ. അതാണ് അറബിയും മുബീൻ എന്ന് പറയുന്നത്. ലിസാൻ അറബിയും മുബീൻ എന്ന് ഖുർആനെ പറ്റി അല്ലാഹു തആല മറ്റു സ്ഥലത്ത്
പറഞ്ഞിട്ടുണ്ട്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ എന്ന് അല്ലാഹു തആല ഖുർആനെ പറ്റി എടുത്തു പറഞ്ഞതും അത് തന്നെയാണ്. അതാണ് ബിലിസാനിക, നബിയെ താങ്കളുടെ ഭാഷയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ശുദ്ധമായ അറബി ഭാഷ. എന്നാൽ ചില സന്ദർഭങ്ങൾ അല്ലാഹു തആല ഇതര ഗോത്രങ്ങളുടെ പ്രയോഗങ്ങളെ കൂടി പരിഗണിച്ചിട്ടുണ്ട്. അതാണ് 7 ഖിറാഅത്തായിട്ട് ചില സ്ഥലത്തൊക്കെ വന്നത്. അപ്പൊ അവരുടെ ഭാഷയിൽ കൂടി പാരായണം ചെയ്യാം എന്ന ആ ഗോത്രങ്ങളെ പരിഗണിച്ചതും അതോടൊപ്പം ചില അർത്ഥവ്യത്യാസങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുമൊക്കെ ചില സ്ഥലങ്ങളിൽ 7 രൂപത്തിൽ ഓതാൻ, അല്ലെങ്കിൽ 3 രൂപത്തിൽ ഓതാൻ, 5 രൂപത്തിൽ ഓതാൻ ഒക്കെയുള്ള അനുവാദം, ഖിറാഅത്തുകൾ, 7 ഖിറാഅത്ത്, 10 ഖിറാഅത്ത് മൊത്തമുണ്ട്. അതിലേറ്റവും പ്രചാരം നേടി വ്യാപകമായി മുതവാത്തിറായി അംഗീകരിച്ചു പോകുന്നത് 7 ഖിറാഅത്തുകളാണ്. അഥവാ 7 രൂപത്തിൽ ചില സ്ഥലത്തൊക്കെ ഓതാൻ അനുവാദമുണ്ട്. അപ്പൊ അവിടെ മറ്റു ഗോത്രക്കാരുടെ ശൈലി കൂടി അംഗീകാരം നൽകി. അതുകൊണ്ട് അർത്ഥത്തിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഒരു വ്യാപകാർത്ഥം കിട്ടുകയും ചെയ്യും. ഈ ഒരു പദം ഉപയോഗിക്കുമ്പോൾ ഇല്ലാത്ത അർത്ഥം കൂടെ മറ്റേ പദം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകും. എന്നാൽ അർത്ഥത്തിൽ വ്യത്യാസമില്ലതാനും, വൈരുദ്ധ്യമില്ല, കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി അതിൽ ലഭിക്കുന്നു. ആ നിലക്കൊക്കെയുള്ള പ്രയോഗങ്ങൾ പല സ്ഥലത്തും ഖിറാഅത്തുകളായി കാണാൻ കഴിയും. അത് ആ ഒരു തലത്തിലാണ്. നബി ഞങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് 7 തലത്തിലാകുന്നു, 7 രൂപത്തിലാകുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഫഇന്നമാ യസ്സർനാഹു, ഈ ഖുർആൻ നാം നിശ്ചയമായും എളുപ്പമാക്കിയിരിക്കുന്നു. യസ്സറ, എളുപ്പമാക്കി, ധാരാളമായി നമ്മൾ കേട്ട വാക്കാണ്. ഖുർആൻ ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, സൂറത്തുൽ ഖമറിൽ 4 പ്രാവശ്യം പറഞ്ഞ ആയത്താണ്. യസ്സറ, എളുപ്പമാക്കി. യസ്സർനാ, നാം എളുപ്പമാക്കി. ഒരേ ലമ്മ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ല എന്ന അർത്ഥത്തിൽ ലമ്മ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ലമ്മ വരുന്നത് മുഴുവനും ഇതന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഇതുവരെ ഇല്ല എന്ന അർത്ഥത്തിലും ലമ്മ വരും. അപ്പൊ യസ്സറ, എളുപ്പമാക്കി. യസ്സർന, നാം എളുപ്പമാക്കി. ഹു, ഇതിനെ, അഥവാ ഖുർആൻ. ഇവിടെ ഇന്നമേണ് വരും. എന്തിനാണ് ഖുർആൻ ശേഷം വരും? മാത്രം എന്തിനാണ് ഇറക്കിയത്? ഈ നിലക്ക് എളുപ്പമാക്കി ഇത് ഇറക്കിയത് എന്തിന്? ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ. അതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം എന്നർത്ഥം. ഖുർആൻ ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം അതാണ്. അപ്പൊ ഈ ഖുർആൻ അവതരിച്ചത് താങ്കളുടെ ഭാഷയിലാണ്. ബിലിസാനിക, നബിയെ താങ്കളുടെ ഭാഷയിലാണ് നാം ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അഥവാ അത് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും എല്ലാം ഖുർആൻ എളുപ്പമാണ്. ഖുർആന്റെ എല്ലാ രംഗത്തുമായി എളുപ്പമുണ്ട്. ഇപ്പൊ ഖുർആന് മുഴുവനായും കാണാതെ പഠിച്ച എത്രയോ മനുഷ്യന്മാർ ലോകത്തുണ്ട്, ലക്ഷക്കണക്കായ ആളുകൾ. ആ പഴയകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 4 വരി പദ്യം പഠിക്കാൻ നമ്മൾ പെട്ട പാഠം നമുക്ക് അറിയാം. ഒരു 4 വരി പദ്യം ഉണ്ടെങ്കിൽ അത് കാണാൻ പഠിക്കാൻ എത്ര തന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എന്നാലും 10ാം ക്ലാസ്സിലെ പഠിച്ച ഏതെങ്കിലും പദ്യം ഇപ്പം ചെല്ലാൻ പറഞ്ഞാൽ നമുക്കും അറിയില്ല. എത്രയോ അടിട്ടി പഠിച്ച പദ്യമാണെങ്കിലും ഇന്നിപ്പോൾ അത് ആർക്കും ഓർമ്മയില്ല. എന്നാൽ ഖുർആൻ അതല്ല. ഖുർആന് ഈ 20-30 ജുസ് 600 പേജുകൾ ഇത് മുഴുവൻ കാണാതെ പഠിച്ച ലക്ഷക്കണക്കായ മനുഷ്യന്മാർ ലോകത്തുണ്ട്. അത് 2 കൊല്ലം 2.5 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് പഠിച്ചപ്പോൾ മാസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ഇതാക്കിയവർ എല്ലാം ഉണ്ട്. അത് ഖുർആന്റെ ഒരു എഴുജാസ്, ഒരു അമാനുഷികതയാണ്. ഞാൻ പഠിച്ചതിൽ തന്നെ നിലനിർത്താനുള്ള ഒരു എളുപ്പം. അത് ഭയങ്കര പ്രയാസപ്പെട്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ നിലനിർത്തിപ്പോകാൻ കഴിയുന്നു. ഇനി ഓതാനുമുള്ളൊരു ആശ്വാസവും ഓതാനുള്ള ആസ്വാദനവും ഒരു മടുപ്പില്ല. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഓതി, എന്നാലും ഫാത്തിഹ ഓതുമ്പോൾ നമുക്കൊരു ഇതിപ്പോ എനിക്കറിയണാണ് എന്ന് പറയുന്ന ഒരു മടുപ്പില്ലല്ലോ. പത്രത്തിൽ ഒരു വാർത്ത വായിച്ചാൽ അതേ വാർത്ത 2ാമത് വായിക്കൂല. ഒരു പത്രം വായിച്ചാൽ ഒരു വാർത്ത വായിച്ചു, അതിനെ ഒന്നുകൂടെ വായിച്ചാൽ അത് ഞാൻ നേരത്തെ വായിച്ചാണ് എന്ന് പറഞ്ഞ് അത് ഒഴിവാകും. 2ാം പ്രാവശ്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ 3ാം പ്രാവശ്യം വായിക്കുമ്പോൾ നീ എത്ര രസമുള്ള ഒരു നോവലോ കഥയോ ആണെങ്കിൽ പോലും 2-3 പ്രാവശ്യം എന്നാ വായിക്കും. അതന്നെ എല്ലാ ദിവസവും വായിക്കുക എന്നുള്ളത് ആർക്കും കഴിയൂല. അതിപ്പോ നമ്മൾ എത്ര വായിച്ചു, അത് വിഷയമല്ല എന്ന് പറയും. ഒരു കഥ പറയാന്ന് തുടങ്ങിയാൽ ദേശം പറയുമ്പോ അതെനിക്കറിയാം, അത് പറയണ്ട, വേറെ എനിക്ക് പറയാതെ. എന്നാ ഖുർആന് ഒരു സൂറത്ത് എത്ര പ്രാവശ്യം ഓതിയാലും ഒരു മടുപ്പ് അതിൽ ഉണ്ടാകുന്നില്ല. പിന്നെയും പിന്നെയും ഓതുമ്പോഴും അതിലൊരു ആസ്വാദനം ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഖുർആൻ എളുപ്പം. അതിലെ ആശയമാണെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. അത് പിന്നെ കോംപ്ലിക്കേഷൻ ഇല്ല, കെട്ടിക്കൊടുക്കലില്ല, ആർക്കും മനസ്സിലാവാത്ത ആശയമല്ല. അന്ന് ഒരു സംസ്കാരവുമില്ലാത്ത ഒന്നും തിരിയാത്ത ജാഹിലിയ്യ കാലത്തെ അറബികൾക്കാണ് അല്ലാഹു തആല ആദ്യമായി അഭിസംബോധന ചെയ്തത്.
അന്ന് ഒന്നുമില്ലല്ലോ, പോൽക്ക് സംസ്കാരമില്ല, ഓതാനും പഠിച്ചോതല്ല, ഓർക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. ആ മനുഷ്യന്മാരോട് വിളിച്ചാണ്ട് ഈ ആയത്ത് മുഴുവൻ ഓതി കൊടുത്തിട്ട് ഓർക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓർക്ക് ആയിരം പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഇന്നാണ് പിന്നെ മനസ്സിലാവാത്തത്. ഇന്നിപ്പോൾ അതിന് ഇലാഹിന്റെ അർത്ഥം എന്താ, കൊടുത്ത കഴിവെന്താ, മറ്റെന്താ വെച്ചാൽ വെറുതെ സ്വീപ്പുണ്ടാക്കി. അന്ന് ഒന്നും തിരിയാത്ത അബൂജഹലും അബൂലഹബ് അടക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുവിട്ടിട്ട് കുതു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വിജയിക്കാം എന്ന് പറഞ്ഞപ്പോൾ ചീത്തരെടുത്തിനാണ് ഞങ്ങൾ വിളിച്ചുവിട്ടിയത്. ഞങ്ങൾ എല്ലാ ഇലാഹയും ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ അല്ലാതെ മാത്രം സ്വീകരിക്കണം എന്നാണോ എന്ന് പോലും ചോദിച്ചു. ഒരിക്കൽ മനസ്സിലായി. നമ്മുടെ 10, 15, 20, 30 വരെ കിതാബോധ്യ മനുഷ്യന്മാർക്കാണ് തിരിയാത്തത്. നാടന്മാർക്ക് തിരിയും. അപ്പൊ ഏതെന്നാലും ഖുർആൻ എളുപ്പമാണ്, ഖുർആന്റെ ആശയങ്ങളും എളുപ്പമാണ്. ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാകുന്ന ആളുകൾക്ക് അത് എളുപ്പമാണ്. അപ്പൊ ഇത് നാം നിശ്ചയമായും ഈ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനാ ബിലിസാനി? താങ്കളുടെ ഭാഷയിൽ തന്നെ ഇറക്കി, അറബി ഭാഷയിൽ തന്നെ നാം അത് ഇറക്കി. എന്തിന്? ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീന വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ. ലിതുബശ്ശിറ ബിഹി, ആ ഖുർആൻ മുഖേന നാം താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി അൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇത് ഏറ്റെടുത്ത് ഇത് സ്വീകരിച്ച് ഇതിന്റെ നിയമ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനാകുന്നു. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ, വതുൻദിറ ബിഹി, അത് മുഖേന താക്കീത് ചെയ്യുവാനും, വതുൻദിറ താക്കീത് ചെയ്യുവാനും, ബിഹി ആ ഖുർആൻ മുഖേന ഖൗമൻ ലുദ്ദാ, കുതർക്കികളായ ധിക്കാരികളായ ആളുകളെ താക്കീത് ചെയ്യുവാനും വേണ്ടിയാകുന്നു ഈ ഖുർആൻ താങ്കൾക്ക് ഇറക്കിയിരിക്കുന്നത്. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ. അലദ് എന്നതിന്റെ ബഹുവചനമാണ് ലുദ്. അലദ് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്. വഹുവ അലദ്ദുൽ ഖിസാം എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അതിന് ബഹുവചനമായിട്ടാണ് ലുദ് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. തർക്കത്തിന് ഭയങ്കരമായി വാശി കാണിച്ച് സത്യം ബോധ്യപ്പെട്ടാലും സ്വീകരിക്കാതെ തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാണ് സാധാരണ അലദ് എന്ന പദം ഉപയോഗിക്കുക. അത് സത്യം ജയിക്കാൻ വേണ്ടി ഇറക്കിക്കണേ, ഓന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി ഇറക്കുക. അത് തെറ്റാലും വേണ്ടില്ല ശരിയാലും വേണ്ടില്ല, അവൻ പറഞ്ഞത് അവൻ ബാധിച്ചു കൊണ്ടേയിരിക്കും. എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്താലും പിന്നെയും അതെന്നെ പറയും. അതാണ് ശരിക്ക് അലദ്ദുൽ ഖിസാം എന്ന് ഉപയോഗിക്കുന്നത്. ഖിസാം തർക്കമാണ്. അലദ്ദുല്ലദീ ലാ യഖ്ബലുൽ ഹഖ്ഖ വയദ്ദഇ അൽ ബാത്തില. അതാണ് അത് ലാ യഖ്ബലുൽ ഹഖ്ഖ, ഹഖ് അവൻ സ്വീകരിക്കുകയില്ല, വയദ്ദഇ അൽ ബാത്തില, ബാത്തിൽ അവൻ വാദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹസൻ ബസ്രി പറഞ്ഞത് അസ്സുമ്മു അൽ ഹഖ്ഖില, ഹഖിന്റെ കാര്യത്തിൽ സുമ്മ്, സുമ്മറത് സ്വാദ്, സുമ്മ് ബദിലൻ, ചെവി കേൾക്കാത്തവൻ, സത്യമാണ് പറഞ്ഞത് കേൾക്കൂല, അതാണ് അലദ്ദ്. സത്യം പറഞ്ഞു കൊടുത്താല് അതും ഒരു കേൾക്കൂല, അതിലവൻ ബദിലന് പൊട്ടനാണ്, അതാണ് അലദ്ദ്. ഓന് സത്യമല്ല ആവശ്യം, അവനൊരു വാദമുണ്ട്, ആ വാദം ഓനെന്തായാലും സ്ഥിരപ്പെട്ട് കിട്ടണം. അതിനപ്പുറത്ത് എന്ത് സത്യം പറഞ്ഞു കൊടുത്താലും അവന്റെ ചെവിയിലേക്ക് അത് കയറുക ഇല്ല. അവരാണ് അലദ്ദ് എന്ന് പറയുക. അല്ലെങ്കിൽ മുജാദിലിന ഫിൽ ബാത്തിൽ, ബാത്തിലിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നവർ എന്നൊക്കെ അതിന് അർത്ഥം പറയും. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ശിദാദൻ ഫിൽ ഖുസൂമത്തി, തർക്കത്തിൽ ശക്തമായി വാശിയോടുകൂടി നിൽക്കുന്ന ആളുകൾക്കാണ് അലദ്. അപ്പൊ അതിന് ബഹുവചനമാണ് ലുദ്. ഖൗമൻ ലുദ്ദാ, ഖൗമൻ ലുദ്ദാ. മറ്റർത്ഥം കൊടുത്താൽ ളാലിം അല്ലദീ ലാ യസ്തഖീം, നേരെ ചൊവ്വെ നിൽക്കാത്ത അക്രമി, ളാലിമായ മനുഷ്യൻ. ലാ യസ്തഖീം, നേരിന്റെ ഭാഗത്ത് നിൽക്കൂല, ശരിയുടെ പക്ഷത്ത് നിൽക്കാതെ, ഒക്കെ ആശയം ഒന്ന് തന്നെ. അപ്പൊ ഏതെങ്കിലും അങ്ങനെ തെറ്റിന് വേണ്ടി പിന്നെ അന്യായമായി വാദിച്ചും തർക്കിച്ചും നിലകൊള്ളുന്ന കുതർക്കികളായ ആളുകൾ, അവർക്കാണ് അലദ്. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ, ലുദ്ദായ സമൂഹത്തെ താക്കീത് ചെയ്യുവാനുമാകുന്നു. ഈ ഖുർആൻ എളുപ്പമാണ്, അത് ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആർക്കും മനസ്സിലാവാത്ത ആശയമല്ല ഖുർആൻ പറയുന്നത്. മനുഷ്യന്റെ സത്താവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. എന്നിട്ടും അതിന് വെറുതെ ന്യായം പറഞ്ഞ് തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുന്ന കുതർക്കികളായ ആളുകൾ, അവർക്ക് ഒരു മുന്നറിയിപ്പ്, താക്കീത്. തർക്കിച്ചൊക്കെ നടന്നോളൂ, പക്ഷെ അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യമുണ്ട്.
അതെ, ഇവർക്ക് താക്കീതാണ്. അത് ഒരു വിജയിക്കാൻ പോലില്ല, പക്ഷെ അവർക്ക് ഒരു മുന്നറിയിപ്പ്, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുക. ഓല അംഗീകരിക്കൂല, ലാ യുഅ്മിനൂൻ, ഓല വിശ്വസിക്കാൻ പോലില്ല. പക്ഷേ ഓൾക്ക് ആ സംഗതി അറിയിച്ചു കൊടുക്കുക. ഓലത്ത് പറഞ്ഞ് ഇതാക്കാണ്ട് ഓലിഞ്ഞ് വിശ്വസിക്കാൻ ഒരു വരും എന്ന് പോലെ പറ്റി പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. അപ്പൊ സ്വീകരിക്കാൻ തയ്യാറുള്ള മുത്തഖീകൾക്ക് സന്തോഷ വാർത്ത, സ്വർഗമുണ്ട് എന്ന. അതൊന്നും തയ്യാറില്ലാതെ തർക്കിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കാലം കഴിച്ചു കൂട്ടുന്ന ആളുകള് ആയിക്കോട്ടെ, നിങ്ങൾ തർക്കിച്ചോളി, പക്ഷെ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നൊരു മുന്നറിയിപ്പ് അതവർക്ക് നൽകുക. അതിന് ആകുന്നു ഈ ഖുർആൻ നബിയെ താങ്കൾക്ക് താങ്കളുടെ ഭാഷയിൽ എളുപ്പമായ രൂപത്തിൽ നാം ഈ ഖുർആൻ അവതരിപ്പിച്ചത് അതിനാകുന്നു. ഇന്ന് അല്ലാഹു തആല ഒരു വാണിംഗ് കൂടി അവസാനമായി നൽകുന്നു. വകം മഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ. വകം മഹ്ലക്നാ, എത്രയെത്രയാണ് നാം നശിപ്പിച്ചത്. വകം, എത്രയാണ്, അഹ്ലക്നാ, നാം നശിപ്പിച്ചത്, മിൻ ഖർനിൻ, ഖബ്ലഹും, അവർക്ക് മുമ്പ്, മിൻ ഖർനിൻ, തലമുറകളാൽ, അവർക്ക് മുമ്പ് തലമുറകളായി എത്രയാണ് നാം നശിപ്പിച്ചത്. ഖർന്, ഖർന് ഉമ്മത്ത്, തലമുറകൾക്കാണ് ഖർന് പറയാ. നൂറ്റാണ്ട് എന്നും അർത്ഥമുണ്ട്, കൊമ്പ് എന്നും അർത്ഥമുണ്ട്. ഖർന്, കൊമ്പിന്, മൃഗങ്ങളൊക്കെ കൊമ്പിന് ഖർന് എന്ന് പറയാം. നൂറ്റാണ്ടിനും ഖർന് എന്ന് പറയാം. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ട് എന്നും അർത്ഥം വെക്കാം, തലമുറ എന്നും അർത്ഥം വെക്കാം. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് പ്രകാരം എന്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറ, പിന്നെ അടുത്ത തലമുറ, പിന്നെ അടുത്ത തലമുറ. അപ്പൊ സ്വഹാബത്ത്, താബികൾ, താബികൾ. അല്ലെങ്കിൽ എന്റെ നൂറ്റാണ്ട്, അടുത്ത നൂറ്റാണ്ട്, അടുത്ത നൂറ്റാണ്ട്, അപ്പൊ 300 കൊല്ലം വരും. ദുൽഖർനൈൻ എന്ന് സൂറത്ത് കഹ്ഫിൽ പഠിച്ചു പോയി. ദുൽഖർനൈൻ, അവിടെ ഖർനിന് 2 തലമുറകൾ, 2 നൂറ്റാണ്ടുകൾ എന്നൊക്കെ അർത്ഥം പറയാം എന്നാണ് പറയപ്പെടുന്നത്. 2 നൂറ്റാണ്ട് ജീവിച്ചു എന്നുകൊണ്ടാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ ഖർന്, തലമുറ. വകം അഹ്ലക്നാ, എത്രയാണ് നാം നശിപ്പിച്ചത്, ഖബ്ലഹും, അവർക്ക് മുമ്പ്, മിൻ ഖർനിൻ, തലമുറകളായി എത്ര തലമുറയാണ് നാം ഇതിനു മുമ്പ് നശിപ്പിച്ചിരിക്കുന്നത്. ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. ഹൽ തുഹിസ്സു, നിനക്കിന്ന് അനുഭവിക്കാനാകുന്നു, അനുഭവിക്കുന്നുണ്ടോ, നീ കാണുന്നുണ്ടോ അർത്ഥം, നീ ഇന്ന് അനുഭവത്തിലുണ്ടോ, മിൻഹും, അവരിൽ നിന്ന്, മിൻ അഹദിൻ, ഒരാളെയെങ്കിലും, അതിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ഇന്ന് നിനക്ക് ഇവിടെ കാണാനുണ്ടോ. അഹസ്സ അനുഭവിച്ചതാ, അഹസ്സ ബോധ്യപ്പെട്ടു, അനുഭവിച്ചതൊക്കെയാണ് അഹസ്സ. ഹിസ്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് പറയാം, ഹിസിയാത്തുൽ ഖംസ്, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന അർത്ഥത്തിൽ. അഹസ്സ, അനുഭവിച്ചു. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ്, അവിടെ അഹസ്സ കണ്ടു എന്നർത്ഥമുണ്ട്, അതേപോലെ കണ്ടെത്തി, അനുഭവിച്ചു എന്നൊക്കെ. അപ്പൊ ഹൽ തുഹിസ്സു മിൻഹും, ഐ ഹൽ തറാ മിൻഹും എന്നർത്ഥം. താങ്കൾ കാണുന്നുണ്ടോ ഇന്ന്, മിൻഹും, അവരിൽ നിന്ന്, മിൻ അഹദിൻ, ഒരാളെയെങ്കിലും. നൂഹ് നബിയുടെ സമൂഹം മുതൽ ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടു. ഈ പറയപ്പെട്ട അബൂജഹലും അബൂലഹബും അടക്കമുള്ള ആളുകളെക്കാളും വലിയ ധിക്കാരികളായ, തർക്കികളായ ആളുകളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനും ഖാറൂനും അടക്കമുള്ളവർ കഴിഞ്ഞു പോയി. വലിയ പിന്നെ കോട്ടയുണ്ടാക്കിയിട്ട് മേലക്കേറി നോക്കിയിട്ട് അള്ളാനെ കാണാൻ പോട്ടെ എന്ന് കിബ്റ് കാണിച്ച ആളായിരുന്നു ഫിർഔനും അതേപോലെ ഹാമാനും ഒക്കെ. യാ ഹാമാനു ബനി സുർഹൻ ലഅല്ലി അത്രി ഇലാ ഇലാഹി മൂസ വഇന്നി ലഅളുഹു കാദിബ എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു ഗോപുരം ഉണ്ടാക്കാൻ പറഞ്ഞു ഹാമാനോട്. അതായത് മേലെ കയറിയിട്ട് മൂസ പറഞ്ഞ അല്ലാഹ് ഉണ്ടോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, ഒന്ന് ഉണ പറയാന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ധിക്കാരം കാണിച്ചതാണ് ഫിർഔന്. അങ്ങനെയൊക്കെയുള്ളവർ കഴിഞ്ഞു പോയി, ഓലൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഇന്ന് അവരിൽപ്പെട്ട ഒരാളെ താങ്കൾ ഇവിടെ കാണുന്നുണ്ട്, ഒരാൾ പോലും ബാക്കിയില്ല. എന്തെങ്കിലും ഒരു ശേഷിപ്പ്, അവിടെ ഒരു പിന്മുറക്കാര് പോലും ഞങ്ങൾ ഫിർഔന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ലോകത്തില്ല. അബൂജഹലിന്റെ പാർട്ടി ഞങ്ങൾ എന്ന് പറയുന്ന ഒരാൾ പോലും ലോകത്തില്ല. നബിനെ പറ്റി ഒരു പറഞ്ഞിരുന്നു, നബി അബ്തറാണ്, നബിക്ക് ആൺകുട്ടികളില്ല, അതുകൊണ്ട് ഇതിപ്പോ കുറച്ചു കാലൊക്കെ ശല്യം ഉണ്ടാവും. അയാൾ മരിച്ചാല് അത് കഴിഞ്ഞു, ആ മക്കളൊന്നും ഇല്ലല്ലോ, പിന്നെ ഇപ്പൊ ആരാ പതിറ്റെടുക്കാണ്ടാവുക, അതുകൊണ്ട് ഇത് അബ്തറായി പോകും എന്ന് അവർ നബിയെ പറ്റി ആക്ഷേപിച്ചിരുന്നു. അല്ലാഹ് ആയത്തിറക്കി, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ,
താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരാരോ അവരായിരിക്കും അബ്തർ. നബി വഫാത്തായപ്പോ അള്ളാഹു നബി റസൂൽ പഠിപ്പിച്ച ആശയങ്ങൾ അതോടെ അവസാനിച്ചു പോയിട്ടില്ല. അത് ഏറ്റെടുക്കാൻ ലക്ഷങ്ങളും കോടികളുമായി പിന്നീട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അബൂജഹൽ മരിച്ചപ്പോൾ അബൂജഹൽ കഴിഞ്ഞു. അബൂജഹലിന്റെ ആളാണെന്ന് അതിന് യൂണിയൻ ഉണ്ടാക്കി അതിന് പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലോകത്തൊരാളും അതിനുശേഷം കയറി വന്നിട്ടില്ല. ഫിർഔന്റെ പാർട്ടി ലോകത്തുണ്ടായിട്ടില്ല. ആ ആശയങ്ങളുണ്ടാകാം, പക്ഷേ ഫിർഔന്റെ പേരും പറഞ്ഞ് അബൂജഹലിന്റെ പേരും പറഞ്ഞിട്ട് രംഗത്തിറങ്ങുന്ന ഒരാൾ പോലും ഉണ്ടായില്ല. അവരൊക്കെ അബ്തറായി മാറി. ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ, അവരിൽ നിന്ന് ഒരാളെയെങ്കിലും നീ ഇപ്പോൾ കാണുന്നുണ്ടോ, കണ്ടനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതുമല്ലെങ്കിൽ ഔ തസ്മഉ, നീ കേൾക്കുന്നുണ്ടോ, ലഹും, അവരിൽ നിന്ന് അവർക്ക് നീ കേൾക്കുന്നുണ്ടോ, റിക്സ, എന്തെങ്കിലും ഒരു ശബ്ദം നീ അവരുടെ ഇവിടെ കേൾക്കുന്നുണ്ടോ? റിക്സ ശരിക്ക് ഈ ഗോപ്യമായ ശബ്ദത്തിനാ പറയാ, എന്താന്ന് മനസ്സിലാവാത്ത ഈ ചെറിയ ചെറിയ സംസാരങ്ങൾ, അതിനാണ് സാധാരണ റിക്സ് എന്ന് പറയും. റിക്സു മാ ലാ യുഫ്ഹമു മിൻ സൗത്തിൻ ഔ ഹറകത്തിൻ എന്നാണ്. മാ ലാ യുഫ്ഹമു, മനസ്സിലാകാത്തത്, മിൻ സൗത്തിൻ, ശബ്ദം, ഔ ഹറക, ചലനം, എന്താ ചെയ്യുന്നത് അറിയാത്തങ്ങനെ ഒരു അവ്യക്തമായ ചലനങ്ങൾ, അവ്യക്തമായ ശബ്ദങ്ങൾ, അതിനാണ് റിക്സ്. റിക്സ് സാധാരണ പിന്നെ ഇതിന് പറയും നിധി, കെൻസ് എന്ന അർത്ഥത്തില് റിക്കാസ് എന്ന് പറയുന്നത്. റിക്കാസ് നിധിക്ക് കുഴിച്ചു മൂടപ്പെട്ട സമ്പത്ത്. അപ്പൊ അത് വ്യക്തമല്ല, കാണൂല, അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു ശബ്ദം പോലും, അവരിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു നേരിയ ശബ്ദമെങ്കിലും നീ അവരുടേത് കേൾക്കുന്നുണ്ടോ? അന്ന് അമ്പിയാക്കൾ വന്നപ്പോ ആ അമ്പിയാക്കൾക്കെതിരെ ഭയങ്കര ഒച്ചയും ബഹളവും ഇട്ട് ആളെ കൂട്ടി അവർക്കെതിരായിട്ട് വലിയ വലിയ ആളുകളായി ഇക്കാര്യം കാണിച്ച് ഇറങ്ങി തിരിച്ചവരവരൊക്കെ ഇന്ന് അവരുടെ ഒരു നേരിയ ശബ്ദമെങ്കിലും എവിടെങ്കിലും നബിയെ കേൾക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇവർക്കുള്ള പാഠമാണ്. മക്കയിലെ അവിശ്വാസികൾക്കുള്ളൊരു വാണിംഗ് കൂടിയാണ് ഇത്. നിങ്ങളെക്കാലം വലിയവരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നിപ്പോ എന്തുണ്ടായി? ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതിപ്പോഴും ലോകത്ത് നിലനിൽക്കുന്നു. അന്ന് പ്രവാചകന്മാർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ട ആ ധിക്കാരികളുടെ ഒരു ശബ്ദം പോലും ഇല്ലാതെ, ഒരാളെപ്പോലും കാണാനില്ലാതെ അത് പൂർണ്ണമായും നാമാവശേഷമായി പോയില്ലേ എന്ന ഒരു താക്കീത് കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വല്ലാഹു അഅലം. ഹൽ തുഹിസ്സു മിൻഹും, താങ്കൾ അവരിൽ നിന്ന് കാണുന്നുണ്ടോ, മിൻ അഹദിൻ, ഒരാളെയെങ്കിലും, ഔ തസ്മഉ ലഹും, താങ്കൾ അവർക്ക് നിന്ന് കേൾക്കുന്നുണ്ടോ, റിക്സ, ഒരു നേരിയ ശബ്ദമെങ്കിലും അവരിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ, അഥവാ കേൾക്കുന്നില്ല, കാണുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ ഖുർആൻ പഠിപ്പിച്ച ആശയം സത്യമാണ്. ഇത് ശുദ്ധമായ അറബി ഭാഷയിലാണ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് മനസ്സിലാക്കി സ്വീകരിച്ച് മുത്തഖിയായി വരികയാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതല്ല അതിനെ മറികടന്ന് തർക്കിച്ച് ജയിക്കാൻ ശ്രമിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ഓല് പോട്ടെ, ഒരെക്കാളും വലിയനൊക്കെ ഇവിടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും ഒന്നുമില്ലാതായി അഡ്രസ് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്, അതേ ഇവർക്കും സംഭവിക്കുകയുള്ളൂ എന്നൊരു വാണിങ്ങോട് കൂടി അല്ലാഹു തആല സൂറത്ത് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് നേരെ തിരിച്ച് മറുവാത്ത് സൂറത്ത് ത്വാഹ, അവിടെ നബിയുടെ ഒരു സമാധാനിപ്പിക്കൽ, നബിക്ക് വിജയം കിട്ടും എന്നൊരു സമാധാനിപ്പിക്കലോട് കൂടിയാണ് സൂറത്ത് ത്വാഹ ആരംഭിക്കുന്നത്. സുഹൃത്തുക്കൾ തമ്മിൽ ബന്ധമുണ്ടാവും. ഒരു സുഹൃത്ത് അവസാനിക്കുന്നതും അടുത്ത സുഹൃത്ത് ആരംഭിക്കുന്ന നമ്മുടെ ആശയങ്ങൾ തമ്മിൽ ഒരു യോജിപ്പുണ്ടാവും. മുനാസബാത്ത് എന്ന് പറയും. മുനാസബാത്ത് സുവർ, സുഹൃത്തുക്കൾ തമ്മിലുള്ള മുനാസബ ഉണ്ടാവും. അത് എല്ലാ സുഹൃത്തിലും കാണാം. അതിന്റെ തർത്തീബ് അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം. മൊത്തമർത്ഥം ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക, നിശ്ചയമായും ഈ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, ബിലിസാനിക, താങ്കളുടെ ഭാഷയിൽ തന്നെ ഇത് എളുപ്പമാക്കിയിട്ടുള്ളത്, ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അത് മുഖേന താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദാ, തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകുവാനുമാകുന്നു. വകം മഹ്ലക്നാ ഖബ്ലഹും, ഇവർക്ക് മുമ്പ് എത്രയാണ് നാം നശിപ്പിച്ചത്, മിൻ ഖർനിൻ, തലമുറകളായി, ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ, അവരിൽ ഒരാളെയെങ്കിലും നീ ഇന്ന് കാണുന്നുണ്ടോ, ഔ തസ്മഉ ലഹും റിക്സ, അവരുടെ നേർത്ത ശബ്ദമെങ്കിലും നീ അവരിൽ നിന്ന് കേൾക്കുന്നുണ്ടോ? അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا